ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ജനസാഗരമാണ് ഏറ്റുമാനൂരിലേക്ക് ഒഴുകിയെത്തിയത്. 10 നാൾ നീണ്ട ഉത്സവാഘോഷങ്ങൾ വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധ ആകർഷിച്ചപ്പോൾ വാദ്യകുലപതികളും ഗജശ്രേഷ്ഠരും പ്രഗത്ഭ കലാകാരന്മാരും ആഘോഷങ്ങളിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി. അഘോരമൂർത്തിയും അഭീഷ്ടവരദായകനുമായ ഏറ്റുമാനൂരപ്പന്റെ പെരുമയും പ്രൗഢിയും നിറഞ്ഞ തിരുവുത്സവ ആഘോഷങ്ങളാണ് സമാപിച്ചത്. തലയെടുപ്പുള്ള ഗജവീരന്മാരും ചെണ്ടയിൽ വിസ്മയമുതിർക്കുന്ന വാദ്യകുലപതികളായ മേളപ്രമാണിമാരും ഈ വർഷത്തെ ഏറ്റുമാനൂർ ഉത്സവത്തിൽ ആസ്വാദകർക്ക് ആവേശ കാഴ്ചകൾ ഒരുക്കി. പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ചോറ്റാനിക്കര സത്യനാരായണമാരാരും അടക്കമുള്ള വാദ്യകുലപതികൾക്കൊപ്പം പത്മശ്രീ ജയറാമും ചെണ്ടയിലും തിമിലയിലും വിസ്മയ താളങ്ങൾ ഉതിർത്തു. മേളവൈവിധ്യങ്ങൾക്കൊപ്പം കുടമാറ്റവും ആകർഷകമായിരുന്നു. ഏറ്റുമാനൂരിലെ ഉത്സവത്തിന് ഇതാദ്യമായി ഒരുക്കിയ കാഴ്ചപ്പന്തൽ ഉത്സവത്തിനെത്തിയ ജനലക്ഷങ്ങൾക്ക് കാഴ്ചയുടെ വിസ്മയം പകർന്നു നൽകി. 9ാം ഉത്സവത്തിന് സംഗീത ലോകത്തെ വാനമ്പാടി KS ചിത്ര പൗർണമിയുമായി എത്തിയത് സംഗീതാസ്വാദകർക്ക് ആഹ്ലാദ നിമിഷങ്ങൾ പകർന്നു. ആശാശരത്തിൻ്റെ ആശാനടനവും വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയും സുധാ രഘുനാഥിൻ്റെ ആറാട്ട് കച്ചേരിയും സംഗീത വിരുന്നൊരുക്കി. 8ാം ഉത്സവ ദിനത്തിൽ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാനകൾക്കൊപ്പം ഭഗവാനെ കണ്ട് ദർശന പുണ്യം നേടാനെത്തിയത് ഭക്തസഹസ്രങ്ങളാണ്. കൊടിയേറ്റ് മുതൽ തന്നെ പതിവിലേറെ ഭക്തജന സഞ്ചയമാണ് ക്ഷേത്രത്തിലെത്തിയത്. തിരുവുത്സവ ചടങ്ങുകളുടെ തിരക്കേറിയപ്പോൾ ആറാടിയെത്തിയ ഭഗവാൻ ഭക്തരുടെ വരവേൽപ്പുകൾ സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തിയത് ഞായറാഴ്ച പുലർച്ചെയാണ്. 7:30യോടെയാണ് കൊടിയിറക്ക് നടന്നത്. പൊന്നിൻ കുടയുടെയും ഏഴര പൊന്നാനയുടെയും വാദ്യമേളങ്ങളുടെയും തീവട്ടിയുടെയും അകമ്പടിയോടെയാണ് ആറാട്ടെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയത്. വൈവിധ്യമാർന്ന പരിപാടികളുമായി ഉത്സവാഘോഷങ്ങൾ ക്രമീകരിച്ച് പരാതിരഹിതമായി നടത്തിയതിനു പേരിൽ ദേവസ്വം അധികൃതരുടെ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് SG നായരുടെ നേതൃപാടവത്തിനും മികച്ച പങ്കാണുള്ളത്. ചുറുചുറുക്കോടെ നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം മുൻനിരയിൽ നിന്ന് നയിച്ചപ്പോൾ ഇത്തവണത്തെ ഉത്സവം ഏറ്റുമാനൂരിലെത്തിയ എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറുകയായിരുന്നു. തിരുവുത്സവം മനോഹരമായ രീതിയിൽ നടത്താൻ അഹോരാത്രം പ്രവർത്തിച്ച അരവിന്ദ് SG നായർക്ക് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആദരവ് നൽകിയത് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവിനുള്ള അംഗീകാരമായി. ഏറ്റുമാനൂരിലെ ക്ഷേത്രനഗരിയിലെത്തി ആഘോഷങ്ങളിൽ പങ്കുചേർന്നവർക്കും സ്റ്റാർ വിഷൻ ചാനലിലെ തത്സമയ സംപ്രേഷണത്തിലൂടെ ദൃശ്യവിസ്മയിൽ കണ്ട ഭക്തലക്ഷങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നത് ഈ വർഷത്തെ ഉത്സവം പതിവിലുമേറെ ഗംഭീരമായിരുന്നുവെന്നാണ്. ദേവസ്വം അധികാരികളും നിയമപാലകരും ജനപ്രതിനിധികളും തങ്ങളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചപ്പോൾ ഈ വർഷത്തെ ഏറ്റുമാനൂർ ഉത്സവം താന്ത്രിക കർമ്മങ്ങളിലും ദൃശ്യവിസ്മയങ്ങളിലും തിരുവരങ്ങിലെ അവതരണങ്ങളിലുമെല്ലാം മികവ് തെളിയിക്കുകയും ഇനിയുള്ള വർഷങ്ങളിലും കൂടുതൽ മികവുകളിലേക്ക് നയിക്കുമെന്ന വിശ്വാസവുമാണ് ഭക്തജനങ്ങളുടെ മനസ്സുകളിൽ നിറയുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.